അടുത്ത ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. സോയ ചങ്ക്സ് ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസ് പറയുന്നുണ്ടെങ്കിലും സോസുകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. സോ ആദ്യം സോയ ചങ്ക്സ് ഒന്ന് ഫ്രൈ ചെയ്യാം. അതിനാദ്യം സോയ ചങ്ക്സ് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് പിഴിഞ്ഞെടുത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ടൊന്ന് തിരുമ്മി ഞാൻ തലേ ദിവസേ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതാട്ടോ. പണി കുറയ്ക്കാൻ വേണ്ടി തലേദിവസം ചെയ്തു എന്നേ ഉള്ളൂ. ഇനി അതൊന്ന് വറുത്ത് മാറ്റാം. ഇനി ആവശ്യത്തിനുള്ള ഓയിൽ ചേർക്കാം. ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്യാറ്. ഈ ഓയിൽ, ഉപ്പ്, മുളക് ഇതൊക്കെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചേർക്കാം കേട്ടോ. കാരണം പലർക്കും എരിവും പുളിയൊക്കെ ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. സോ ഞാൻ ഇട്ട അളവ് തന്നെ ഇടണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഇനി ഓയിലിലോട്ട് വെളുത്തുള്ളി, സവാള, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം ഇത്രയും ചേർത്തൊന്ന് വഴറ്റാം. എന്നിട്ട് ഉപ്പും കുരുമുളകും ചേർക്കാം. ഈ വെജിറ്റബിൾസ് ഒരുപാട് വഴന്നു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അതിലോട്ട് നാരങ്ങാനീര് പിഴിയാം. ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുത്ത് ചോറ് ചേർക്കാം. ഇത്തവണ എൻ്റെ റൈസ് വേവിച്ചതിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. സാധാരണ ഞാൻ കയ്യിൽ വെച്ച് ഊറ്റിയെടുക്കാറാണ് പതിവ്. ഇത് ഞാൻ വറ്റിച്ചെടുക്കാം കേട്ടോ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതങ്ങനെ വിട്ട് വിട്ട് കിടക്കുന്നില്ല. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റിനൊന്നും അത് ബാധിച്ചിട്ടില്ല കേട്ടോ. ഇനി അതിലോട്ട് ഫ്രൈ ചെയ്ത് സോയ ചങ്ക്സ് ചേർക്കാം. എഗ്ഗ് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഇനി എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്താൽ റൈസ് റെഡി ആയിട്ടോ. അപ്പൊ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.